മതമാണ് പ്രശ്നം. കെ എം ഷാജി ഇന്ന് കേരളത്തിലെ ഏറ്റവും അലയടിക്കുന്ന ഒരു വാചകമാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷം പ്രചരണത്തിന്, BJP എല്ലാവരും പ്രചരണത്തിന് ഏറ്റവും ഉപയോഗിച്ച ഒരു വ്യക്തിയുടെ വാചകമാണ് മതമാണ്. ഇനിയിപ്പോ ഇതിലൊപ്പം ഇതര ജാതി, അത് ഹിന്ദു ക്രിസ്ത്യാനികളുടെ കാര്യമൊക്കെ പോട്ടെ, ഈ വാചകം ഉപയോഗിക്കുന്നതിൽ മുസ്ലിംസും ഒട്ടും കുറവല്ല. കെ എം ഷാജിനെ ആക്രമിച്ചാണ്. അപ്പോൾ ഈ വാചകത്തിന്റെ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ചർച്ചക്ക് ഇതുണ്ട്. അയ്യപ്പേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഇപ്പൊ സൽമാൻ ഫാരിസ് അല്ലെങ്കിൽ ഇനിയിപ്പോ മമ്മൂട്ടിയാക്ക ചായ കുടിച്ചു, രാമേട്ടന്റെ കോഴിക്കടയിൽ നിന്ന് കോഴി വാങ്ങും. ഈ കേരളത്തിലുള്ള 99% മുസ്ലിംസും അങ്ങനെ വാങ്ങില്ല. അറക്കേണ്ടത് രാമേട്ടന്. കാരണം മതമാണ് പ്രശ്നം, ഒരു സംശയമില്ല. മതമാണ് പ്രശ്നം. അത് ഈ കെ എം ഷാജി പറഞ്ഞ കാര്യം വളരെ വളരെ സത്യമാണ്. അപ്പൊ ഇതിങ്ങനെ ഈ വിഷയം കെ എം ഷാജിനെ ആക്രമിക്കണ ഇപ്പോ ഇടതുപക്ഷത്തുപെട്ട മുസ്ലിംസ്, അതിൽ പെട്ട ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് ഞാൻ ഈ വിഷയത്തിൽ തർക്കിച്ചു. അപ്പോ ഇവനോട് ചോദിച്ചു, ഇതുപോലെ അയ്യപ്പേട്ടന്റെ ചായക്കടയിൽ ചാടിച്ചില്ല കുടിച്ചും, രാമേട്ടന്റെ കോഴിക്കടയിൽ നിന്ന് കോഴി വാങ്ങുമോ? ഇല്ല, അത് ഓരോ അർത്ഥമെങ്കിലും എങ്ങനെ ശരിയാവോ? നമുക്ക് മതപരമായിട്ട് പ്രശ്നമല്ലേ? ആ വിഷയം തന്നെയാണ് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് അവനാന്റെ മതത്തിലൊരു വിഷയമാണ്. അപ്പൊ അവൻ പറയണേ അത് അങ്ങനെ ആണെങ്കിലൊക്കെ തന്നെ ഉറക്കനെ പറയാൻ പാടില്ല, പുറത്ത് പറയാൻ വേണ്ട, ഉള്ളിൽ കൊണ്ടെടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച്, ഉള്ളില് വേറൊന്ന് വെച്ച് കാണിച്ച് ജയേഷിന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ തോളിലിങ്ങനെ കൈയിട്ട് പോവാ, എന്റെ ആദർശം പറയാതെ അങ്ങനെ കൊണ്ടെടുക്കാൻ പാടില്ല വെച്ചു. ഇതല്ല അതിന്റെ ശരി. മതമാണ് പ്രശ്നം എന്ന് ഉറക്കെ പറഞ്ഞ ഇതല്ല. എല്ലാ വിഭാഗങ്ങൾക്കും മതം തന്നെയാണ് പ്രശ്നം. ഈ പറഞ്ഞതിൽ വർഗീയത കാണുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ വർഗീയവാദികളാണെന്നാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ശബരിമല സീസൺ വന്നാല് ഞങ്ങളെ നാട്ടിലൊക്കെ ഹിന്ദുസ് നോമ്പുള്ള ആൾക്കാരുണ്ട്, അവര് ഇറച്ചി കഴിക്കില്ല. നമ്മളെ വീട്ടിലൊക്കെ പണിക്ക് വന്നാല് അവര് ചെയ്യല് അവരെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ പാർസലൊക്കെ കൊണ്ടുവരും. നമ്മളപ്പോ മറ്റുള്ളവരെ കൂട്ടത്തിൽ നിന്ന് കഴിക്കൂല. മറ്റുള്ളവരെ കൂട്ടത്തിൽ നിന്ന് കഴിക്കാത്തില്ല, ഭയങ്കര വർഗീയവാദി എന്ന് പറയാം. അല്ല, അവന്റെ ആചാരമാണ് ഇന്നിന്നി സമയത്ത് ഇന്നിന്നി സംഭവം എന്ന് മനസ്സിലാക്കി അതൊരു വർഗീയവാദമായിട്ടല്ല നമ്മളാരും കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ ആളുകളെ ഇടയിൽ എത്തിയാൽ എന്തായിരിക്കും അതിന്റെ സംഭവം എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിലൊന്നും ആരും അധികം വർഗീയത കാണുന്നില്ല. ഇനിയിപ്പോ നേരം മറിച്ചത് ഓണം, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നിപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞു. ഇനിയിപ്പോ ഏതെങ്കിലും അവിടുത്തെ ഓണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൂജാ ഭക്ഷണം ഒരാൾ നിഷേധിച്ചു, അവൻ ഭയങ്കര വർഗീയവാദി, അവന് ഓണത്തിന് ഭയങ്കര ഇതാക്കണം. ഓണത്തിന്റെ വടംവലി തന്നെ അതിൽ തന്നെ ഇവിടെ ആകെ തർക്കാണ്. ഇവിടെ പണ്ഡിതം, മുസ്ലിങ്ങൾക്കിടയിൽ പണ്ഡിതം, അതിന് പോകാൻ പാടില്ല. പിന്നല്ല പൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്. കാരണം അതിലൊന്നും ഇതിലൊന്നും പങ്കെടുത്തില്ലാച്ചിട്ടൊന്നും ഒരാളും ഒരിക്കലും വർഗീയവാദി ആകാൻ പോകുന്നില്ല. പിന്നെ ഈ മതമാണ് വിഷയം എന്ന് പറഞ്ഞ ഈ വലിയ ഷാജിന്റെ വലിയ വിമർശിക്കുന്ന ആളുകള് സ്വന്തം മക്കളെ കല്യാണം, ഇപ്പൊ നാരായണൻകുട്ടി ഏട്ടന്റെ കല്യാണം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ആയിട്ടാണെങ്കിൽ 99.99% ഹിന്ദുക്കളും അത് അംഗീകരിക്കില്ല. കാരണം മതമാണ് പ്രശ്നം. ഇനിയിപ്പോ വിൻസെന്റിന്റെ മോളെ ഒരു മുസ്ലിം കെട്ടഞ്ഞ, ഹിന്ദു കെട്ടഞ്ഞ, അതൊന്നും വേണ്ട. അതിൽ പെട്ട ജാതീയപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതുപോലും പ്രശ്നമാണ്. ഇനിയിപ്പോ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും അവനാന്റെ കാര്യം അടുക്കുമ്പോൾ മതമാണ്. അതൊരു ഭയങ്കര കുറ്റാണ്, വർഗീയവാദമാണ്. അതൊന്നല്ല. മറ്റുള്ള മതസ്ഥരെ ഒരു പ്രോഗ്രാം, ഇപ്പൊ ഒരു വിഷു നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്സവം നടക്കണ്ടേ, അവിടെ റോഡുണ്ട്, ആ റോഡ് പൊളിഞ്ഞ് നാശായ മതിന് ആ ഉത്സവം നടക്കേണ്ടത്, അത് നടക്കരുത് എന്നുള്ള ചിന്ത പേര് നടക്കണം. അയാളെ വേണമെങ്കിൽ നമുക്ക് വർഗീയവാദി എന്ന് ധൈര്യമായിട്ട് പറയാം. എന്നാൽ അതിനൊരു ദ്രോഹം ചെയ്യുന്നില്ല, എന്നാൽ ഉപകാരം ചെയ്യുന്ന വെച്ചാൽ അതുമില്ല. ആ ഭാഗം നോക്കുന്നില്ല എന്നത് കൊണ്ടൊന്നും അയാൾ എന്താവില്ല, വർഗീയവാദിയാവില്ല. ഇനിയിപ്പോ ഒരു പിരിവ്, ശിവരാത്രിന്റെ പിരിവ് ഇന്റെ അടുത്ത് വന്നാൽ ഞാൻ കൊടുക്കില്ല, എനിക്ക് ആചാരമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവര് അതിനായിട്ട് തിരിച്ചു പോകും. പിന്നെ അതേ കളിയാട്ടം എന്ന് പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ. കളിയാട്ടത്തിനൊക്കെ ആദ്യം ഞാൻ പിരിവ് കൊടുക്കില്ല. 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന ആൾക്കാർക്കറിയാം ഞാൻ പിരിവ് കൊടുക്കില്ല. ഇന്ന വർഗീയപരമായിട്ട് ആ ആളുകളൊന്നും കാണുന്നില്ല. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതൊരു അറിയപ്പെട്ട നേതാവാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഭയങ്കര വർഗീയതയാവും. കാരണം അതങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ആ പിരിവ് കൊടുത്തില്ല വെച്ചിട്ട് എങ്ങനെ വർഗീയവാദിയാവില്ല? എന്റെ ആചാരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഞാൻ വേണ്ടാന്ന് വെക്കണം, അത്രേ ഉള്ളൂ. അവരേതായ അങ്ങനെ പോകുന്നു. അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവർക്കാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.